എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ യൂട്ടൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങാലൂർ ഇടവകയിലെ വടക്കുംതല ജോസേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പിണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പിണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ കാണിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടിരുന്നുള്ള ഒരു മോഡലാണിത്. കാരണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്, അത് കാണാൻ നല്ല ഭംഗിയാണ്, എന്നാൽ എളുപ്പത്തിൽ ഈ കൂടി ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഹൈറ്റ് ഏകദേശം ഒരു 17 അടിയുടെ മേളിൽ ഹൈറ്റ് ഉണ്ട് ഈ പിണ്ടിക്ക്. ഒരൊറ്റ പിണ്ടിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയും ഹൈറ്റ് നിങ്ങൾക്ക് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഹൈറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൈന പേപ്പറിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന തെർമോക്കോളിൻ്റെ പീസസ് ആണ്. അപ്പോൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്നുള്ളൊരു ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം തെർമോക്കോൾ അവർ അലൗഡ് അല്ല. അല്ലാത്ത നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് പെരുന്നാളിൽ നല്ലൊരു പിണ്ടി വേണം, കോമ്പറ്റീഷനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലൊരു മോഡലാണിത്. ഇതിൻ്റെ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വയലറ്റ് കോമ്പിനേഷനാണ്. അതിമനോഹരമായിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ചെങ്ങാലൂർ ഇടവകയിൽ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയത് ജോസേൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിണ്ടി ഡെക്കറേഷൻ വർഷങ്ങളായിട്ട് ഇവരെല്ലാ പെരുന്നാളിനും നല്ല ഭംഗിയായിട്ട് പിണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ മാത്രമല്ല, ഈ വീടിനോട് ചേർന്നിട്ട് ഈ റോഡിൻ്റെ 2 വശത്തും നിറയെ പിണ്ടികൾ കുത്തി അതിൽ നിറയെ പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഒരു 15-20ഓളം യൂത്ത് ഇതിനു വേണ്ടി അവർക്കതൊരു ഹരമാണ്. ഇതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഓരോ പെരുന്നാളിനും മനോഹരമാക്കുന്നത്. അപ്പോൾ ഒരു പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അവർ അടുത്ത പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കൊടികളും പൂക്കളും ഒക്കെ ഒരുക്കി തുടങ്ങുകയാണ്. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ കുത്തിയിരിക്കുന്ന കൊടികളാണെങ്കിലും പിണ്ടിയാണെങ്കിലും അതിമനോഹരമാണ്. മുൻ വർഷങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മനോഹരമായ പിണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല്ലക്ക് വർഗീസ് ചേട്ടൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ഈ ഒരു പിണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് ഇത് മത്സരത്തിന് പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നല്ലൊരു പിണ്ടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ കുറേ സമയം നമുക്കിതിന് വേണ്ടി ചിലവാക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ വരുന്നത് കണ്ടോ, ഈ ഒരു ഫ്ലവർ സെപ്പറേറ്റ് നമുക്ക് തൃശ്ശൂർ ഫെജിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു സെറ്റായിട്ട് തന്നെയാണ് വാങ്ങാൻ കിട്ടുന്നത്. ഈ പൂവ് നമ്മൾ ഇതിന് സ്ട്രോയുടെ ഉള്ളിലേക്ക് ഈർക്കിൽ സെറ്റ് ചെയ്ത് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യിക്കുന്ന ഈ പോർഷനൊക്കെ നമുക്ക് ഫിജിയിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. ദെൻ ഇതിൻ്റെ താഴെ ഈർക്കിൽ വെച്ചിട്ട് ഇവിടെ കണ്ടോ, ഈ പിണ്ടിയുടെ കുത്തുന്ന പോർഷനിൽ ഈ പേപ്പർ ഒരു ഷീറ്റ് പേപ്പർ ഇത് ഡിസൈൻ കത്രിക ഉപയോഗിച്ചൊരു ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ദെൻ ഇത് നമുക്ക് പിണ്ടി ചൈന പേപ്പർ വെച്ച് കവർ ചെയ്യാം. അതിനുശേഷം ഈ ഈർക്കിലുകൾ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടൊരു പിണ്ടി ഡെക്കറേഷനായി. അപ്പോൾ നമുക്ക് പെരുന്നാളുകൾക്ക് അധികം സമയം ചിലവാക്കാനില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പിണ്ടി റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ യോജിച്ചതാണ്. വർഗീസേട്ടൻ്റെ മോനാണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ കുറേ ദിവസത്തിൻ്റെ അധ്വാനമാണ് ഈ ഒരു പിണ്ടി ഇത്ര മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിച്ചത്. ഈ ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇത് ഫ്ലവർ ഉണ്ടാക്കാനൊന്നും അധികം ആൾക്കാരില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നമുക്ക് സമയമില്ല, പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് റെഡിമെയ്ഡ് ആയിട്ട് ഫെജിയിൽ നിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ ഫെജിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വെറൈറ്റി കളേഴ്സ്, വെറൈറ്റി ഡിസൈൻസ് ഉള്ള ഫ്ലവേഴ്സൊക്കെ കിട്ടും. അത് വാങ്ങി നമുക്ക് പിണ്ടിയിൽ അത് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു വർഷം വർഷങ്ങളായിട്ട് അവർ വെറൈറ്റി മോഡൽസാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ ചെയ്തതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചു തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വല്ലാണ്ട് മിസ് ചെയ്തു മുൻപ് ചെയ്ത ആ ഒരു ഡെക്കറേഷൻസൊക്കെ. കാരണം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർ ചെയ്ത അത്രയും നല്ല ഡെക്കറേഷൻസ് നിങ്ങളെ കാണിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അവരെല്ലാ വർഷവും ഇനി ചെയ്യുമെന്ന് ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചാനൽ ഉള്ളിടത്തോളം കാലം എല്ലാ വർഷവും നമുക്ക് അവിടെ ചെന്ന് ഈ പിണ്ടി വീഡിയോ എടുക്കാമെന്ന് തന്നെയാണ് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണിച്ചു തരാം.
ഇവിടെ നമ്മുടെ ചാനലിലെ ട്യൂട്ടോറിയൽസ് നോക്കിയിട്ട് ഒരുപാട് പേര് ഫ്ലവർ വേസും അംബ്രല്ല മോഡലും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മിക്കവാറും എല്ലാ പെരുന്നാളുകൾക്കും എത്താൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഇനിയും നിങ്ങളുടെ വീട്ടിൽ നല്ല പിണ്ടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അവിടെ എത്താൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് നല്ല ഫ്ലവർ വേസും അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് അവരെ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഫ്ലവർ വേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് പരിചയപ്പെട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ കാപ്പാനി ജോസേൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ വേസ് മോഡൽ ഡെക്കറേറ്റ് ചെയ്തത് കണ്ടത്. ജോസേൻ്റെ ഭാര്യ ലിജി ചേച്ചിയാണ് അത് ചെയ്തത്. അപ്പോൾ ലിജി ചേച്ചി യൂട്ടൻ ക്രാഫ്റ്റിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഫ്ലവർ വേസ് വേറെ 1-2 മോഡൽസും നമ്മളവിടെ കണ്ടു. പിന്നെ അംബ്രല്ല മോഡലും 1-2 പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും യൂട്ടൻ ക്രാഫ്റ്റിൻ്റെ അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൺഫ്ലവർ മോഡലിൽ ഡെക്കറേറ്റ് ചെയ്ത പിണ്ടി കാണിച്ചപ്പോൾ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാവുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സൺഫ്ലവർ മോഡലിൽ ഇങ്ങനെയാണ് ആ കൊടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കാം. അതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വയലറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നതും തെർമോകോൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു കൊടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് ചൈന പേപ്പറും അത് പിന്നെ തെർമോകോളിൻ്റെ കട്ടിങ്സുമാണ്. അപ്പോൾ ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് ഈ ചൈന പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടത്. കറക്റ്റ് റൗണ്ട് ആവണമെന്നൊന്നുമില്ല, ഏകദേശം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ദെൻ അത് ഇറുക്കിലിൽ കോർത്തെടുക്കുക. അതിൻ്റെ ഇടയിൽ തെർമോകോളിൻ്റെ ബ്ലോക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ തുമ്പത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പൂവ് നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്ലവർ അതിൻ്റെ തുമ്പത്ത് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം.